മോളെ ഭക്ഷണം എടുത്ത് വെക്കട്ടെ? കുറച്ചുകൂടി നോക്കി തീരാനുണ്ടമ്മേ. അമ്മ സത്യ വിളിച്ചു കൊടുക്ക്. സമയത്തിന് കഴിക്കണ്ടേടി. കഴിച്ചിട്ടിരുന്ന് എഴുതാലോ. അമ്മേ, കഴിച്ച പിന്നെ ഇത് തീർക്കാൻ പറ്റില്ല. നമ്മളെപ്പോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുടെ ആശ്രയമായത്. നമ്മളായിട്ട് അതിനൊരു തടസ്സം ഉണ്ടാക്കണ്ട. അമ്മ സത്യ വിളിച്ചു കൊടുക്ക്. ഞാൻ അപ്പോഴേക്കും വന്നോളാം. ശരി. ആ, ഇവിടെ എഴുത്താണല്ലോ. അമ്മ എന്തായാലും എഴുത്ത് കഴിഞ്ഞിട്ട് കഴിക്കൂ. ഇനി മോളുടെ അവസ്ഥ എന്താണാവോ. സത്യക്കുട്ടി, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. വാ, വന്ന് കഴിക്കേ. എനിക്ക് വേണ്ട. പിന്നെ ഞാനെന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അമ്മയ്ക്കിപ്പ വേണ്ട, മോൾക്കിപ്പ വേണ്ടേ? ശരി, പിന്നെ എപ്പോ കഴിക്കും? എനിക്കിനി ചോറേ വേണ്ട. അത് ശരി, പിന്നെ എന്തോ കഴിക്കാൻ പോന്നേ? പട്ടിണി കിടക്കാൻ പോവാ. ഞാൻ പട്ടിണി കിടന്ന് ആർക്കൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെ, പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാ ചോറ് കഴിക്കാൻ വരാൻ പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അതെന്താന്ന് ഈ ചോദിക്കുന്നേ? ഇനി ഞാൻ എന്റെ അച്ഛൻ വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂ. ഓ, എന്നാ പിന്നെ നിരാഹാരം കിടന്നത് തന്നെ. സത്യമോളെ, കളിക്കാതെ വന്ന് ചോറുണ്ടേ. വാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ. ഞാൻ കഴിക്കില്ല. ദേ, വാശി കാണിക്കാതെ വന്ന് കഴിച്ചേ. എനിക്ക് ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ. എന്റെ അച്ഛൻ വന്ന് ചോറ് വാരി തരാതെ ഞാൻ കഴിക്കില്ല. മോളെ, വാശി കാണിക്കല്ലേ. ഇത് കേട്ടോണ്ട് അമ്മ ഇപ്പൊ വരുവേ. എനിക്കൊന്നും വേണ്ട. ശാരദമ്മയുടെ പൊന്നു മോളല്ലേ. വാ, ഒരു ശക്കലം കഴിച്ചാ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ. സത്യേ, എന്താ നീ കാണിച്ചേ? എന്താ നീ കാണിച്ചെന്ന് ചോദിച്ചേ? എനിക്ക് ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ. അതിന് പഠിക്കുന്ന സാധനങ്ങളാണോ എടുത്ത് വലിച്ചെറിയുന്നേ? എന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ ഇനി എറിയും. ഇനി നീ എറിയോ?